ഈ അനുസ്മരണത്തിൽ സച്ചരിതനായ നമ്മുടെ സഹോദരനെ, നമ്മുടെ സുഹൃത്തിനെ ഓർക്കുക വഴി വളരെ ധന്യവും പവിത്രവുമായിട്ടുള്ള ഈ സദസ്സിൽ അധ്യക്ഷം നിർവഹിക്കുന്ന ബഹുമാനപ്പെട്ട സുഹൃത്ത് അബ്ദുൽ ഷുക്കൂർ അൽ ഖാസിമി സാഹിബ്, വേദിയിലുള്ള ബഹുമാനപ്പെട്ട ഖിറാഅത്ത് നിർവഹിച്ച ബഹുമാന്യ സ്നേഹിതൻ ഡോക്ടർ ഇസുദ്ദീൻ നദ്വി സാഹിബ്, ബഹുമാനപ്പെട്ട സ്നേഹിതൻ ഷെയ്ഖ് അൻസാരി നദ്വി സാഹിബ്, ബഹുമാനപ്പെട്ട ഇവിടെ പുസ്തക പ്രകാശനം നിർവഹിച്ച വിശിഷ്ട അതിഥി ഡോക്ടർ ഹുദൈഫ നദ്വി സാഹിബ്, അത് സ്വീകരിച്ച ബഹുമാനപ്പെട്ട യാക്കൂബ് ഹാജി സാഹിബ് ഖുറായി, ബഹുമാനപ്പെട്ട കെ ടി ഹുസൈൻ സാഹിബ്, ബഹുമാന്യ സുഹൃത്തി എം നദ്വി സാഹിബ്, ഡോക്ടർ അനസ് കടലുണ്ടി, അഭിവന്ദനായ സ്നേഹിതൻ എഞ്ചിനീയർ മുഹമ്മദ് കോയ സാഹിബ്, ബഹുമാനപ്പെട്ട അക്ബർ ബി, അഭിവന്ദനായ അബ്ദുൽ നസീർ, ഡോക്ടർ അബ്ദുൽ നസീർ അബ്ദുൽ നദീർ ആയിരിക്കുന്നല്ലേ, അബ്ദുൽ നസീർ അസ്ഹരി സാഹിബ്, അബ്ദുൽ നസീർ അസ്ഹരി സാഹിബ്, റാസിഖ് റഹീം സാഹിബ്, പ്രിയങ്കരനായ സുഹൃത്ത് ഡോക്ടർ യൂസുഫ് മുഹമ്മദ് നദ്വി സാഹിബ്. ബഹുമാന്യരെ, പേരുകളൊക്കെ ഒരു ആദരം എന്ന നിലയിൽ ഒരു അദബിന് വേണ്ടി പറഞ്ഞു എന്ന് മാത്രം. ഇതൊക്കെ ഒരു അദബാണ്. നമ്മുടെ ഇവിടെ പറഞ്ഞ സഹോദരനോടും നാം ഇതൊരു അദബ് കാണിക്കുകയാണ്, ഒരു മര്യാദ, നമ്മുടെ ഒരു സംസ്കാരം. ആ നിലയിൽ ഈ പരിപാടി സംഘടിപ്പിച്ചവർ വളരെ നല്ലൊരു കാര്യമാണ് ചെയ്തിട്ടുള്ളത്. എൻ്റെ പ്രിയ സ്നേഹിതൻ യൂസഫ് മുഹമ്മദ് നദ്വി സാഹിബിയുടെ ഒരു ചെറിയ പശ്ചാത്തലം അല്പം മുമ്പ് പറഞ്ഞു. ഡോക്ടർ ഇസുദ്ദീൻ നദ്വി സാഹിബ് തിരുവനന്തപുരത്ത് നിന്ന് ഈ വിവരം അറിഞ്ഞപ്പോൾ വലിയ വിഷമമുണ്ടായി. അപ്പോൾ ഏതായാലും എത്താൻ കഴിയില്ല, ഞാൻ വീട്ടിൽ പോയി. ഞാൻ കഴിഞ്ഞ കുറേ ദിവസങ്ങളിൽ പ്രിയപ്പെട്ട റസൂൽ ഗഫൂർ സാഹിബിനെ അനുസ്മരിച്ചുകൊണ്ടിരുന്നു എന്നുള്ളതാണ്. ചടങ്ങുകളിൽ തന്നെ, വ്യക്തിപരമായിട്ടുള്ള എൻ്റെ മനസ്സിൽ മാത്രമല്ല. ഇപ്പോഴും ഞാനൊരു സദസ്സിൽ കോഴിക്കോട്ടെ ഒരു പുസ്തക പ്രകാശനം ഉണ്ടായിരുന്നു. അത് പറയാൻ ചില കാരണങ്ങളുണ്ടായി. പല സന്ദർഭങ്ങളിലേക്കും അദ്ദേഹത്തിൻ്റെ ജീവിതത്തെ നമുക്ക് ചേർത്തി പറയാൻ സാധിക്കും. അതാണ് അദ്ദേഹത്തിൻ്റെ ജീവിത മാതൃകയുടെ ഒരു സവിശേഷത എന്ന് എനിക്ക് തോന്നുന്നു. അപ്പം ഞാൻ അല്പം മുമ്പ് ഒരു പുസ്തക പ്രകാശനം നടത്തിയിരുന്നു. അവിടെ പറയാൻ വേണ്ടി പറഞ്ഞതല്ല, സാന്ദർഭികമായി ആകസ്മികമായി അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾ, അദ്ദേഹത്തിൻ്റെ വിശിഷ്ടമായിട്ടുള്ള വ്യക്തിത്വം, അദ്ദേഹത്തിൻ്റെ മരണാനന്തരമുള്ള കാര്യങ്ങൾ പോലും നമ്മെ വളരെ ചിന്തിപ്പിക്കുന്നതും നമ്മെ വളരെ വികാരഭരിതരാക്കുന്നതുമാണ്. ആ രീതിയിലുള്ള വലിയ വാക്കുകളാണ് ഇവിടെ ബഹുമാനപ്പെട്ട പണ്ഡിതന്മാരാണ് ഇവിടെ അധികവും ഈ വേദിയിലും സദസ്സിലുമുള്ളത്. അതുതന്നെ ഒരു ഭാഗ്യമാണ് അദ്ദേഹത്തിന്. ഇത്രയും ബഹുമാനപ്പെട്ട പണ്ഡിതന്മാർ, ഉസ്താദുമാർ, സാധാരണ നമ്മൾ പറയാറുള്ള അവരുടെ വൽ ഫളീല, അങ്ങനെയുള്ളവരാണ് അദ്ദേഹത്തെ അനുസ്മരിക്കുന്നതിന് വേണ്ടി ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. ഈ സദസ്സ രീതിയിലുള്ളതാണ്. പിന്നെ അനുസ്മരണം, ഞാൻ എപ്പോഴും അങ്ങനെയാണ് വിശ്വസിക്കുന്നത്, നമ്മളൊക്കെ അങ്ങനെ കരുതി. ഇത് പ്രാർത്ഥനയാണ്. അനുസ്മരിച്ച് നമ്മളെ കൂട്ടത്തിൽപ്പെട്ടവരുടെ, അവർ മരണപ്പെട്ടു പോയിട്ട് അവരെ കുറിച്ച് കുറേ നല്ല വാക്കുകൾ പറയുക എന്നത് തന്നെ നന്മയാണ്. പക്ഷെ അത് മാത്രമല്ല, കേവലം പറച്ചിൽ മാത്രമല്ല, അതൊക്കെ പ്രാർത്ഥനകളാണ്. അതൊക്കെ നമ്മുടെ സഹോദരന് വേണ്ടി നാം നടത്തുന്ന മറ്റൊരു കടമയുടെ, ഒടുക്കത്തെ കടമയുടെ. റസൂൽ ഗഫൂർ സാഹിബിനോട് ഇനി അതല്ലാതെ മറ്റൊന്നും നമുക്ക് ചെയ്യാനില്ല. അദ്ദേഹത്തെ കാണാൻ കഴിയില്ല, അദ്ദേഹത്തോടൊപ്പം ഇരിക്കാൻ കഴിയില്ല, അദ്ദേഹത്തോടൊപ്പം സാഹസിക്കാൻ കഴിയില്ല, അദ്ദേഹത്തോടൊപ്പം എവിടെയെങ്കിലും പോയിരുന്ന് എന്തെങ്കിലും സംഭാഷണം, ചർച്ചകളൊന്നും നടത്താൻ കഴിയില്ല, അദ്ദേഹത്തോടൊപ്പം ഭക്ഷണം കഴിക്കാൻ കഴിയില്ല, അദ്ദേഹത്തോടൊപ്പം നല്ല വിലപ്പെട്ട സമയങ്ങൾ, പല സംരംഭങ്ങളിൽ പങ്കിട്ടവരാണ് നമ്മൾ. പല സംരംഭങ്ങളിൽ ഒരേ സമയം സജീവമായി ഇടപെട്ട് പ്രവർത്തിച്ച വ്യക്തിയാണ് ബഹുമാനപ്പെട്ട റസൂൽ ഗഫൂർ സാഹിബ്. അതൊന്നും കഴിയില്ല. ആകെ കഴിയുന്നത് ഈ പ്രാർത്ഥന മാത്രമാണ്. ഇത് നിലനിൽക്കണമെന്ന് അള്ളാഹു തന്നെ ഉദ്ദേശിച്ചത് കൊണ്ടും കൽപ്പിച്ചത് കൊണ്ടുമാണ് നമുക്കൊക്കെ അറിയാവുന്ന പോലെ വിശുദ്ധ ഖുർആൻ റബ്ബനാ ഇഗ്ഫിർ ലനാ വലിഇഖ്വാനിന അല്ലദീന സബഖൂനാ ബിൽ ഈമാൻ വലാ തജ്അൽ ഫീ ഖുലൂബിനാ ഗില്ലൽ ലില്ലദീന ആമനൂ റബ്ബനാ ഇന്നക റഊഫുർ റഹീം. ഈ ദുആയുടെ രണ്ട് പകുതി വളരെ അത്ഭുതകരമാണ്. വിശുദ്ധ ഖുർആന്റെ ഓരോ ആയത്തും അത്ഭുതകരമാണ്. ആദ്യത്തെ പകുതി പരേതാത്മാക്കൾക്കുള്ള പ്രാർത്ഥനയാണ്. രണ്ടാമത്തെ പകുതി
ഇസ്ലാമിക സാഹോദര്യത്തിൻ്റെ പ്രഖ്യാപനമാണ്. വിശ്വസിച്ചവരോട് ഒരു തരത്തിലുള്ള മാനസികമായിട്ടുള്ള അനാഭിമുഖ്യവും നീരസവും ഞങ്ങൾക്ക് തരരുതേ. അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ മാത്രം പോരാ, ജീവിച്ചിരിക്കുന്നവരോടും മരണപ്പെട്ടവരുമായ മുഅ്മിനീങ്ങളോടും. മുഅ്മിനീങ്ങൾ എന്ന് പറഞ്ഞാൽ വിശാലമായിട്ടുള്ള ഒരു ലോകമാണ് വിശുദ്ധ ഖുർആന്റെ കാഴ്ചപ്പാടിൽ. നമ്മൾ ചില ആളുകൾ മനസ്സിലാക്കുന്ന മാതിരി വ്യാഖ്യാനിക്കുന്ന മാതിരി സംഘടനാ അർത്ഥത്തിൽ ഓഹരി വെക്കാനുള്ളതല്ല. അത് ലോകമാസകലം സാർവലൗകികമായി സാർവകാലികമായി പരന്നു കിടക്കുന്ന ഒരു സാഹോദര്യത്തിൽപ്പെട്ട എവിടെയൊക്കെയോ ഉള്ള നമ്മളറിയാത്ത കാണാത്ത ഒന്നും തോന്നരുത്. അവരോടൊന്നും നല്ലതല്ലാത്ത ഒരു വിചാരവും എൻ്റെ മനസ്സിൽ ഉണ്ടാകരുത്. അതും പ്രാർത്ഥനയുടെ ഭാഗമാണ്. അനൈക്യത്തിന് വേണ്ടി മാത്രം സംസാരിക്കുന്ന, അനൈക്യത്തിന് വേണ്ടി മാത്രം എഴുതുന്ന, എത്ര അനൈക്യണ്ടായാലും പോരാ ഇനിയും സമുദായത്തിന് ഭിന്നിപ്പുണ്ടാകട്ടെ എന്ന ഒറ്റ ഉദ്ദേശത്തോടു കൂടി മാത്രം പ്രവർത്തിക്കുന്നവർക്ക് പാഠമാണ് വിശുദ്ധ ഖുർആൻ മരണപ്പെട്ടവർക്ക് വേണ്ടി ഇറക്കിയ ആയത്ത് പോലും എന്നുള്ളത്. പ്രിയപ്പെട്ട റസൂൽ ഗഫൂർ സാഹിബിൻ്റെ ഓർമ്മകളിൽ നിലകൊള്ളുമ്പോൾ നമുക്ക് പറയാനായിട്ട് തോന്നുകയാണ്. അദ്ദേഹമാകട്ടെ ഈ ആയത്തിൻ്റെ ഈ പറഞ്ഞ രണ്ടാം പകുതിയുടെ താല്പര്യം പൂർണ്ണമായി ഉൾക്കൊണ്ട് ജീവിച്ച ഒരു മഹാത്മാവായിരുന്നു. ആദ്യത്തെ പകുതിയുടെ കാര്യം പറയേണ്ടതില്ല, അത് പ്രാർത്ഥനയാണ്. അത് എപ്പോഴും അദ്ദേഹം നമ്മളൊക്കെ പ്രാർത്ഥിക്കുന്നതാണ്, ദുആ ചെയ്യുന്നതാണ്. രണ്ടാമത്തെ പകുതി ഓതാൻ എളുപ്പമാണ്, അതിൻ്റെ താല്പര്യത്തിലേക്ക് കടന്നു ചെല്ലുന്നത് അത്ര എളുപ്പമല്ല. മുഅ്മിനീങ്ങളോട് എന്നാണ് പറയുന്നത്. ആരൊക്കെയാ മുഅ്മിനീങ്ങൾ എന്ന് ചിന്തിക്കുന്നത്? മുഅ്മിനീങ്ങൾ എന്ന പരിശുദ്ധ ഖുർആൻ അല്ലാമ ഇബ്നു തൈമിയ മുഅ്മിനീങ്ങളെ ഈ സമുദായത്തിനിടയിലുള്ള ഭിന്നിപ്പിനെ കുറിച്ച് പറയുന്നിടത്ത് വദൂ സൂക്ഷിക്കുന്നവരെ ഒന്നും അദ്ദേഹം സമുദായത്തിന് പുറത്തു നിർത്തിയിരുന്നില്ല എന്നാണ്. അങ്ങനെയാണ് അദ്ദേഹം പറയുന്നത്, എഴുതി വെച്ചിട്ടുണ്ട് അദ്ദേഹം. നോക്കൂ, ഇത്ര വലിയ സൂക്ഷ്മതയാണ്. വദൂ ആർക്കൊക്കെ ഉണ്ടോ, വദൂ ആരൊക്കെ സൂക്ഷിച്ചിട്ടുണ്ടോ, വദൂ കൊണ്ട് നടക്കുന്നുണ്ടോ, അവരൊക്കെ ഈ വലയത്തിൽ പെടുന്ന. എത്ര വിശാലമായിട്ട് ഇന്നിതൊക്കെ മറക്കുന്ന ഒരു കാലത്ത്. അതുകൊണ്ട് റസൂൽ ഗഫൂർ സാഹിബിൻ്റെ ജീവിത സന്ദേശത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു തത്വം വഹ്ദത്താണ്. സമൂഹത്തിൻ്റെ വഹ്ദ, ഐക്യം, ഏകാത്മം, ഉമ്മത്തുൽ വാഹിദ, വഹ്ദ, അതായിരുന്നു അദ്ദേഹത്തിൻ്റെ സന്ദേശം. അതിനുവേണ്ടിയാണ് അദ്ദേഹം പ്രവർത്തിച്ചത്. അതിനുവേണ്ടി അദ്ദേഹം ഒരു വലിയ പണ്ഡിതൻ, അദ്ദേഹം ഒരു വലിയ വാഗ്മി, പ്രഭാഷകൻ ഒന്നുമല്ല. പിന്നെ ഈ കാര്യത്തിന് വേണ്ടി അദ്ദേഹം പ്രവർത്തിച്ചതന്നെ അദ്ദേഹം സംഘടിപ്പിച്ചു, മൊബിലൈസ് ചെയ്തു, ഓർഗനൈസ് ചെയ്തു, സംഘടനാ നേതാക്കളുമായി നല്ല ബന്ധം പുലർത്തി, എല്ലാ പണ്ഡിതന്മാരെയും അംഗീകരിച്ചു, അവരോടൊക്കെ സമ്പർക്കത്തിൽ ഏർപ്പെട്ടു. അതിർത്തിയില്ലാതെ എല്ലാവരോടും ബന്ധപ്പെടാൻ അദ്ദേഹത്തിന് പിശുക്കില്ലായിരുന്നു. അങ്ങനെയാണ് അദ്ദേഹത്തെ നമ്മൾ മനസ്സിലാക്കുന്നത്. സ്ത്രീധനത്തിനെതിരെ നമ്മൾ പല പ്രവർത്തനങ്ങൾ കേരളത്തിൽ നടന്നിട്ടുണ്ട്, എല്ലാം വിലപ്പെട്ടതാണ്. പല സംഘടനകൾ ഇറങ്ങിയിട്ടുണ്ട്. ഇന്നിപ്പോൾ അതിൻ്റെ വില മനസ്സിലാവില്ല. കാരണം ഇന്ന് ആ ശാപം ഏറെക്കുറെ അസ്തമിച്ചു പോയിരിക്കും. ഞാനിങ്ങനെ ആലോചിക്കാറുണ്ട്, കോഴിക്കോട്ടിൻ്റെ വാർഷിക പ്രഭാഷണത്തിൽ പുണ്യ റസൂലിൻ്റെ സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലേക്കുള്ള പാത നടക്കുമ്പോൾ 10,000 ചെറുപ്പക്കാരാണ് എൻ്റെ വിവാഹവേളയിൽ ഞാൻ സ്ത്രീധനം വാങ്ങിക്കുകയില്ല എന്ന ആ സദസ്സിൽ പ്രതിജ്ഞ ചെയ്തിരുന്നു. എല്ലാ വർഷവും തുടർന്നുകൊണ്ട് പോയി. വലിയൊരു വികാരം പരന്നു. ബാപ്പ മകനെ എഴുന്നേൽപ്പിച്ച് പ്രതിജ്ഞയിപ്പിച്ച ഗ്രന്ഥങ്ങളൊക്കെ ആ കടപ്പുറത്തുണ്ടായി. മോനെ എഴുന്നേൽക്ക്. എന്നോട് ചില ആൾക്കാർ പറയും, ഞാൻ കുട്ടിയായിരുന്ന കാലത്ത് ബാപ്പാൻ്റെ കൂടെ പോയതാ. ബാപ്പ എന്നോട് പറഞ്ഞു, ഈ കുട്ടി കല്യാണം കഴിക്കാനൊക്കെ പിന്നീടായിരിക്കും, നീ എഴുന്നേറ്റ് നിൽക്ക്. ഇങ്ങനൊക്കെ ഒരു കാലം കേരളത്തിലുണ്ടായി. പെൺകുട്ടികളുടെ കണ്ണീരും അവരുടെ രക്ഷിതാക്കളുടെ. അപ്പൊ അന്ന് അതിനെതിരെ പല രീതിയിലുള്ള പ്രവർത്തനങ്ങൾ പലരും നടത്തിയപ്പോൾ ഒറ്റയാൾ പട്ടാളമായി ഈ തിന്മക്കെതിരെ അടരാടിയ യോദ്ധാവായിരുന്നു റസൂൽ ഗഫൂർ. അദ്ദേഹം പല പ്രവർത്തനങ്ങൾ നടത്തി.
പിന്നെ അദ്ദേഹം മറ്റുള്ളവരെയൊക്കെ സംഘടിപ്പിച്ചു. ഞാനൊക്കെ അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിട്ടുണ്ട്. അദ്ദേഹം ഒരു കമ്മിറ്റിക്കൊക്കെ രൂപം നൽകി. ഞാനതിൻ്റെ പ്രസിഡൻ്റോ എന്തോ നിങ്ങൾക്ക് അറിഞ്ഞോട് ഓർമ്മയില്ല. അദ്ദേഹം സെക്രട്ടറി സാദിഖ് അലി തങ്ങളുടെ പ്രസിഡന്റ്. അന്ന് ആലോചിച്ചോ. ഇന്നിപ്പോൾ ആലോചിച്ച് നോക്കുമ്പോൾ ഇന്നിപ്പോൾ തീരെ സ്ത്രീധനം ഇല്ലാതായി എന്നൊന്നും ഞാൻ പറയില്ല. എന്നാലും അത് ഏറെക്കുറെ പോയി, ഇരുട്ട് മാഞ്ഞു. ഇതിനൊക്കെ നിലനിർത്താൻ വേണ്ടി പാടുപെട്ടവരൊക്കെ ഒന്ന് ചിന്തിക്കുന്നത് നല്ലതാണ്. നല്ലതിനെ നിലനിർത്താൻ കഴിയുള്ളൂ. എത്ര പാടുപെട്ടാലും ചീത്ത പോയി മറഞ്ഞിരിക്കും. ബാത്തിൽ തകരാനുള്ളതാണ്. ഈ സ്ത്രീധനത്തിന് വേറെ പ്രത്യേകതയുണ്ട്. നബിചര്യക്ക് ഘടകവിരുദ്ധമാണത്, നേർവിപരീതം. ഇതൊക്കെ ഇവിടെ നടന്നിരുന്നു. സല്ലല്ലാഹു അലൈഹി വസല്ലം ആണ് കൊടുക്കണമെന്ന് റസൂലുള്ളാഹി പറഞ്ഞു, പെണ്ണ് കൊടുക്കണമെന്ന് ഖൗമിൽ ചിലർ വിധിച്ചു. നേരെ നബി സുന്നത്തിന് വിരുദ്ധമാണ്, നബിയുടെ കൽപ്പനയ്ക്ക് എതിരാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം ഫലാ വറബ്ബിക ലാ യുഅ്മിനൂന ഹത്താ തുഹക്കിമൂക ഫീമാ ശജറ ബൈനഹും സുമ്മ ലാ യജിദൂ ഫീ അൻഫുസിഹിം ഹറജൻ മിമ്മാ ഖളൈത. നബിയുടെ വിധിയിൽ ഒരു ശങ്കയും തോന്നാതെ വയുസല്ലിമൂ തസ്ലീമ, അതിൽ സമാധാനമടയുന്നവരെ നിങ്ങളൊന്നും മുഅ്മിനാവുകയില്ല നബിയെ, നിന്റെ റബ്ബിനെ കൊണ്ട് സത്യം. ഖുർആനിൽ ഇങ്ങനെയുള്ള സത്യം കുറച്ചേ ഉള്ളൂ. സൂര്യനെ കൊണ്ട്, ചന്ദ്രനെ കൊണ്ട്. നിന്റെ റബ്ബാണ് സത്യം. സമാധാനമാണ് നബിയുടെ വിധിയിൽ. സല്ലല്ലാഹു അലൈഹി വസല്ലം നബിയുടെ വിധി മഹറാണ്. ഇതിൽ തർക്കത്തിൻ്റെ ഒന്നും ഒരു പ്രസക്തി ഇല്ലാത്ത കാര്യമാണ്. ഈ രംഗത്ത് അടയാടി എനിക്ക് തോന്നുന്നു അദ്ദേഹം ചെയ്ത വലിയ പുണ്യകർമ്മങ്ങളിൽ അള്ളാഹു ഏറ്റവും വലിയ പുണ്യകർമ്മങ്ങളിൽ ഇത് ഉൾപ്പെടുത്തിയിട്ടുണ്ടാവും. അള്ളാഹു ഉൾപ്പെടുത്തുമാറാകട്ടെ. അത് ചെറിയൊരു കാര്യമല്ല. ഒരുപാട് മനുഷ്യന്മാരുടെ പ്രയാസങ്ങൾ വീടുകളിൽ. ഒരു 4 പെൺകുട്ടി ഉണ്ടായാലും ഇസ്ലാമിക ലോകത്തത് അഭിമാനമാണ്. 4 പെൺകുട്ടിയുള്ള ഒരു പിതാവ് ഒരു സദസ്സിൽ കയറി വരുമ്പോൾ ഇയാൾ വലിയ ആൾ, അയാൾക്ക് 4 പെൺമക്കൾ. ഇവിടെ ഇത് അപമാനമാണ്. ഈ മക്കളെ കെട്ടിച്ചയക്കുന്നവരെ കണ്ണീരാണ്, കഷ്ടമാണ്, കടമാണ്, ബാധ്യതയാണ്, ബാങ്കിങ് ആണ്. അപ്പൊ അങ്ങനെയൊക്കെ ഒരു കുറെ കാലം ഞങ്ങൾ കൂടുതൽ അടുത്ത് ബന്ധപ്പെട്ടത് അന്നാണ്. അതിലൊക്കെ അദ്ദേഹത്തിന്റെ സൂത്രാധാരനാണ്. ബാക്കിയുള്ളവരൊക്കെ ഒന്നിച്ചിരുത്തുന്നത് അദ്ദേഹമാണ്, കൂട്ടിയിരുത്തുന്നത് അദ്ദേഹമാണ്. ഇത് പ്രമേയം ചർച്ചക്കെടുക്കുന്നത് അദ്ദേഹമാണ്, വളരെ നിഷ്കളങ്കമായി. അപ്പോൾ ഒന്നാമത്തേത് വഹ്ദ, രണ്ടാമത്തേത് എനിക്ക് തോന്നുന്നു നുസ്രത്ത് ദീനി വൽ മില്ല, ദീനിന്റെയും സമുദായത്തിന്റെയും വലിയ സഹായിയായിരുന്നു. മൂന്നാമത്തേത് ഹമിയ, ദീനിയായ ആവേശം, ദീനിയായ സ്പിരിറ്റ്. ഈ 3 വാക്കുകൾ ചേർത്താൽ റസൂൽ ഗഫൂറിന്റെ വ്യക്തിത്വമാകുമെന്ന് എനിക്ക് തോന്നുന്നു. അള്ളാഹു അദ്ദേഹത്തെ ആ രീതിയിൽ തന്നെ സ്വീകരിക്കുമാറാകട്ടെ. ശഹർക്ക് വേണ്ടി ദുആ ചെയ്യുമ്പോഴേ ഈ വാക്ക് ഉപയോഗിക്കാൻ പറ്റുള്ളൂ, എല്ലാവർക്കും ഉപയോഗിക്കാൻ കഴിയില്ല. അല്ലാഹുമ്മ ജ്സിഹി അന്നാ വഅനിൽ ഇസ്ലാമി വൽ മുസ്ലിമീന ഖൈറൽ ജസാ. അതൊരു മഗ്ഫിറത്തിന് വേണ്ടിയുള്ള ദുആയിൽ വളരെ വിശിഷ്ടമായിട്ടുള്ള ഒന്നാണ്. അല്ലാഹുമ്മ ജ്സിഹി അന്നാ വഅനിൽ ഇസ്ലാമി വൽ മുസ്ലിമീന ഖൈറൽ ജസാ. അങ്ങനെ ചെയ്തവർക്ക് വേണ്ടി അത് പറയാൻ നമുക്ക് തോന്നുള്ളൂ. അള്ളാഹിനോടാണല്ലോ പറയേണ്ടത്. ഇല്ലാത്തത് പറയാൻ ഏത് മനുഷ്യൻ പ്രാർത്ഥനയാണ് മനുഷ്യൻ ഏറ്റവും കൂടുതൽ ഇഖ്ലാസിലേക്ക് വരിക. ദുആയിൽ ഇഖ്ലാസ് ഇല്ലെങ്കിൽ പിന്നെ ജീവിതത്തിൽ ഒരിക്കലും എവിടെ ഇഖ്ലാസ് ഉണ്ടാവും. അങ്ങനെ ദുആ ചെയ്യാൻ സാധിക്കുന്ന വ്യക്തിത്വമാണ് അദ്ദേഹം. പിന്നെ അദ്ദേഹത്തിന്റെ പ്രത്യേകതകൾ ഇവിടെ ബഹുമാനപ്പെട്ട എൻ്റെ മുമ്പ് സംസാരിച്ചവരും അവர்களுം ബഹുമാനപ്പെട്ട അബ്ദുൽ നസീർ അസ്ഹരി സാഹിബ് അടക്കമുള്ളവരെ സൂചിപ്പിച്ചതാണ്. പർദ്ദ അത് അദ്ദേഹത്തിന്റെ ബിസിനസ് മാത്രമല്ല, അതൊരു സംസ്കാരമായി. ഹിജാബിന്റെ ഒരു സംസ്കാരം അത് അന്ന് ഇതേമാതിരിയാണ്. ഞാൻ സ്ത്രീധനത്തെ പറ്റി പറഞ്ഞ മാതിരി ഇന്നത്തെ മാതിരി സാർവത്രികമല്ല പർദ്ദ. കോളേജ് ക്യാമ്പസുകളിലൊക്കെ പോയാൽ പർദ്ദധാരികളെ കാണാൻ ബുദ്ധിമുട്ടുള്ള കാലമാണിത്. ഞാൻ പഠിച്ച കോളേജിലൊക്കെ അങ്ങനെയുള്ള കോളേജുകളിൽ പോലും ഇന്ന അവസ്ഥയൊക്കെ മാറും. ഇന്നിപ്പോൾ അഭ്യസ്ത വിദ്യര്, ഡോക്ടർമാര്, എഞ്ചിനീയർസ് എല്ലാം അതൊരു അതിൻ്റെയും തുടക്കക്കാരനായിട്ട്
അത് അദ്ദേഹം കച്ചവടത്തിലൂടെ രണ്ടർത്ഥത്തിൽ ഹൈറായി. നല്ല തിജാറ റസൂലുള്ളാഹിന്റെ മാതൃകയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം, വ്യാപാരം. പക്ഷെ അതിലൂടെ ഒരു വലിയ പുണ്യം, വീടുകളുടെ അകത്തളങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലുന്ന പുണ്യം. അദ്ദേഹത്തിന്റെ പർദ്ദവ്യാപാരത്തിന്റെ